ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മാതൃഭൂമി ന്യൂസ് ത്രില്ലാനയിലേക്ക് സ്വാഗതം. കലോത്സവ നഗരിയിൽ ഇങ്ങനെ രണ്ടാം ദിനത്തിലേക്ക് 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവം എത്തുമ്പോൾ ഇവിടെ പൊടിപടിക്കുകയാണ്. ഓരോ താരങ്ങൾ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. എന്തായാലും കലോത്സവത്തിൽ ഇന്നും ഒരുപാട് ഐറ്റം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ഏതാണെന്ന് അറിയോ? ഏത് ഐറ്റമാണ്? അക്ഷയ് ഏത് ഐറ്റത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ കലോത്സവത്തിലെയും ഗ്ലാമർ ഐറ്റങ്ങൾ പണ്ടൊക്കെ അത് അവസാനത്തിലേക്കായിരുന്നുവെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല അല്ലെ. ഇപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ സംഘനൃത്തം ഏറ്റവും ഗ്ലാമർ ഐറ്റം അത് ഇന്നലെ കഴിഞ്ഞു. ഇപ്പോ ഒരുപാട് ഐറ്റംസ് നമ്മള് പ്രേക്ഷകര് വേദിയിൽ നമ്മുടെ ചാർട്ട് പ്രോഗ്രാം ചാർട്ട് ഒരു 5-6 തവണ വായിച്ച് പഠിക്കുന്ന ഞാൻ കണ്ടു. പറ ഏത് ഇന്ന് മെയിൻ ആയിട്ട് കുറെ ഐറ്റംസ് വരുന്നുണ്ട്. പ്രധാനമായിട്ട് എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മാർഗംകളി ഇന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ കഥകളി ഇന്ന് കയറുന്നുണ്ട്. ചെണ്ടമേളം ഇന്ന് കയറുന്നുണ്ട്. അപ്പൊ വേറൊരു ട്രാക്കിൽ കൂടിയാണ് സഞ്ചാരം തോന്നുന്നു. നാടകം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാടകം ചെയ്തിട്ടുണ്ടോ? നാടകം പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കലോത്സവ വേദിയിലേക്ക് നാടകമായിട്ട് എത്തിയിട്ടില്ല. ഞാൻ കലോത്സവ വേദിയിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നാടകമായിട്ടാണ്. കോളേജിൽ വരെ ആണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് നാടകമാണ്. എനിക്കൊന്ന് ഒരുപാട് ആരാധകരുള്ള പ്രേക്ഷകരുള്ള നാടക പ്രേമികളുള്ള ഒരു ഐറ്റമാണ്. അത് നിറയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ നാടകമായിരിക്കും അല്ലേ? നാടകം ഇന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നാടകം നടക്കാൻ പോവാണ്. അങ്ങനെ ഇന്ത്യ പറഞ്ഞ പോലെ മാർഗം കളിയുണ്ട്. ചടുലമായ നൃത്ത ചുവടുകളുമായിട്ട് നമ്മുടെ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ ഒരു എന്താണ് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു കാഴ്ചക്ക് ഏറ്റവും ഭംഗി, കേൾക്കാൻ അത്രയും രസം. മാർഗം കളി വേദിയിൽ ഇങ്ങനെ നിറഞ്ഞാടുമ്പോഴത്തേക്ക് ഒരു ഭംഗി. പക്ഷെ ഒരുപോലെ ആയിരിക്കും. എന്തോ പാട്ടെല്ലാം പക്ഷേ ചുവടുകളുടെ താളവും പ്രത്യേക ഭംഗി തന്നെയല്ലേ അത് അവർ കളിക്കുന്നത്. അതുപോലെ കഥകളി ഒരുപാട് ആരാധകരുള്ള ഒരു ഐറ്റമാണ്. അത് ഇന്ന് വേദിയിൽ കയറുന്നുണ്ട്. കഥകളിക്ക് പക്ഷെ ആരാധകർ എന്ന് പറയുന്നത്, കഥകളിയുടെ ആരാധകരുണ്ടല്ലോ, പ്രായഭേദം അന്യാണ് കഥകളിയുടെ ആരാധകർ എന്ന് പറയാം. നമ്മുടെ പ്രായത്തിലുള്ളവരൊക്കെ കൗതുകം കൊണ്ടും ആകാംക്ഷയോടും കൂടി കാണുമ്പോഴത്തേക്കും ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാരുണ്ടല്ലോ, വല്ലാത്തൊരു ആരാധനയോടെയാണ് കഥകളി വേദിയിലേക്ക് എത്തുന്നത് അത് കാണാനായിട്ട്. അങ്ങനെ ഒരുപാട്. കാരണം ഇന്നലെ നമ്മൾ ചാക്യാർകൂത്തൊക്കെ കണ്ടപ്പോൾ, ചാക്യാർകൂത്തും അതുപോലെ ഓട്ടംതുള്ളലൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമോ ഇത്രയും പേര്? നമ്മൾ നോക്കുമ്പോൾ വേദിയിൽ ഇരിക്കാൻ കസേരയില്ലാത്തതുപോലെ ആയിരുന്നു ഓട്ടംതുള്ളലിനൊക്കെ സദസ്സിൽ ആളുകൾ നിറഞ്ഞിരുന്നത്. അത് നോക്കുമ്പോൾ നല്ല പ്രായമുള്ള അച്ഛന്മാരും അമ്മമാരും ഒക്കെ വന്നിരുന്ന് ആസ്വദിച്ച് കാണുകയാണ്. അതാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇന്നുണ്ട്. എല്ലാവരുടെ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ ഇന്ന് നടക്കാൻ പോവാണ്. അപ്പോൾ ആരാണ് അതിലൊക്കെ മികച്ചതെന്നൊക്കെ നമുക്ക് അറിയാനുള്ള സമയത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നലെ വേറൊരു കാര്യം, ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് ഇന്നലത്തെ ഐറ്റംസ് ഒക്കെ അവസാനിച്ചത്. അപ്പോൾ കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർന്നു വരുന്നതൊക്കെ ഉണ്ടാവുള്ളൂ കുറേ പേരൊക്കെ. ഇവിടെ നമ്മൾ കിടക്കുന്ന വടക്കുംനാഥന്റെ മണ്ണിലാണ് നമ്മളുള്ളത്. ഇവിടെ കിടന്നുറങ്ങുമായിരുന്നു കുറേ പേരെന്നാണ് പറയുന്നത്. കാരണം അത്രയും 2 മണിവരെ മെയിൻ സ്റ്റേജിൽ പരിപാടിയൊക്കെ പോകുമ്പോൾ ഇവിടെ അവിടെ ഇവിടങ്ങളിലൊക്കെ കിടന്നുറങ്ങി രാവിലെ ഇവിടുന്ന് എണീറ്റ് പോയി. ഇപ്പൊ തന്നെ പുറത്തൊക്കെ സജീവമായിട്ട് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്നേഹമോൾ നൈലാൻ ഇങ്ങനെ ആൾക്കാർക്കിടയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് അവരുടെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഏത് ഐറ്റത്തിനാണ് ആളുകൾ സ്റ്റേജിലേക്ക് എത്തുന്ന കാണികളുടെ കാര്യം എനിക്ക് തോന്നുന്നു ടീം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഞ്ചവാദ്യം ടീമാണ് സ്നേഹയ്ക്കൊപ്പമുള്ളത്. സ്നേഹ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇങ്ങനെ എല്ലാവരെയും ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മൾ ഇതൊക്കെ നേരിട്ട് കാണാനും നേരിട്ട് അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭാഗ്യം കൂടിയാണ് അല്ലേ? കലോത്സവം കഴിഞ്ഞിട്ടും ആ പ്രായം കഴിഞ്ഞിട്ടും കലോത്സവ വേദിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത്. സ്നേഹന്റെ കൂടെ ഇപ്പോൾ എവിടെ നിന്നുള്ള ടീമാണുള്ളത്? എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുലർച്ചെയാണ് ഇവിടുത്തെ എല്ലാവരും ഉറങ്ങാനൊക്കെ പോയത്. ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ? വടക്കുംനാഥന്റെ ഈ മണ്ണ് ഇവിടെ ആളുകൾ, തേക്കിൻകാട് മൈതാനി ആളുകൾ കൊണ്ട് നിറയാൻ തുടങ്ങിയോ? എങ്ങനെയാണിപ്പോ? അക്ഷയ പറഞ്ഞതുപോലെ തന്നെ ആളുകളൊക്കെ പതിയെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ പതിയെ ഉണർന്ന് തുടങ്ങിയിട്ടുണ്ട്. കലോത്സവത്തിൻ്റെ 2ാം ദിവസമാണ്. നാടകം അടക്കമുള്ള പല ഐറ്റംസ്, അതായത് ജനപ്രിയമായ പല ഐറ്റംസും ഇന്നാണ് നടക്കാനിരിക്കുന്നത്. നമ്മുടെ കൂടെ പഞ്ചവാദ്യം ടീംസ് ഉണ്ട്. വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്യാംപ്രസാദ് ഉത്തമനും ഒപ്പമുണ്ട്. ശ്യാംപ്രസാദ് ഉത്തമനോട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ ഐറ്റംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കാണാൻ ഇഷ്ടമുള്ള ഏത് ഐറ്റമാണ്? ഈ കലോത്സവ വേദികളിൽ കാണാൻ ഇഷ്ടമുള്ള ഏത് ഐറ്റമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടം മിമിക്രിയാണ്. പണ്ട് ഞാൻ ഈ കലോത്സവത്തിൽ മിമിക്രി മത്സരത്തിലൊക്കെ അത്യാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ജില്ല വരെയൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ മിമിക്രി മത്സരം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് നാടകം. അപ്പോൾ ഇന്ന് നാടകമുണ്ട്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആ നാടകം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ വിദ്യാർത്ഥികളുടേതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കലോത്സവത്തിൻ്റെ പഞ്ച് എന്ന് പറയുന്നത്. മിമിക്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാതിരിക്കാനായിട്ട് വയ്യ. കാരണം ഓഫീസിൽ പലരുടെയും ശബ്ദങ്ങൾ അനുകരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ചെറിയൊരു കഷ്ണം ഇവിടെ കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഓഫീസിലല്ല, ഞാനിപ്പോൾ അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ അന്തരിച്ചു പോയ കലാകാരൻ മാമുക്കോയയുടെ ശബ്ദം എടുക്കുകയാണെങ്കിൽ
ബാലകൃഷ്ണ കള്ളം നായിൻ്റെ മോനെ 1-ാം തീയതി കല്യാണം, 2-ാം തീയതി കല്യാണം, 3-ാം തീയതി കല്യാണം. പക്ഷേങ്കില കല്യാണം ഒന്നും കിട്ടും, ആരെയും വിളിച്ചിട്ടുമില്ല. ബാലകൃഷ്ണ അന്നെ ഞാൻ പിടിക്കില്ല എന്ന് കരുതിയോ? അങ്ങനെ ആ കാലം ഇപ്പോൾ സൗണ്ട് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേങ്കിൽ പോലും ആ സമയത്ത് അങ്ങനെ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് മിമിക്രിയൊക്കെ അങ്ങനെ വിട്ട് നിൽക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഈ മിമിക്രി വേദികളിലൊക്കെ പോയി മിമിക്രി കാണുമ്പോൾ അപ്പോൾ പണ്ട് കാലത്തെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് വരാറുണ്ട്. മിമിക്രി മാത്രമല്ല, ഒരു ചെറിയ സകല കലാവല്ലഭൻ കൂടിയാണ് ശ്യാംപ്രസാദ് ഉത്തമൻ എന്നും കൂടി പറയാതിരിക്കാനായിട്ട് വയ്യ. ഏതായാലും വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഒരു പഞ്ചവാദ്യ ടീംസ് ഉണ്ട്, അവരോടൊരു വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. 2-ാം ദിവസം ഒരു ഗംഭീര തുടക്കം തന്നെ ആയിക്കോട്ടെ അല്ലേ? കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് മുമ്പേ നമുക്കതൊന്ന് കാണാം. ഓക്കെ, റെഡിയല്ലേ നിങ്ങള്? ഓക്കെ. രാവിലെ ഒരു ചായയോ കാപ്പിയോ കുടിച്ചാൽ ആ ദിവസം ഉഷാറാകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കലോത്സവത്തിന് 2-ാം ദിവസം പഞ്ചവാദ്യത്തോട് തന്നെ ഉഷാറായിരിക്കും. പഞ്ചവാദ്യത്തിലെ ഒരു സ്ത്രീ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആദ്യം അദ്ദേഹത്തെ ലേഡീസ് ഫസ്റ്റ് അല്ലേ? എന്താണ് പേര്? ശ്രീയ. ഏത് സ്കൂളാണ്? രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്ഥലം എവിടെയാണ്? നീലേശ്വരം, കാസർഗോഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എത്ര നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ പഞ്ചവാദ്യം തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാരണം കൂടി ഉണ്ട്? ഞങ്ങൾ നാട്ടിലെ എല്ലാവരും കൊട്ടുന്നവരാണ്. പ്രൊഫഷണൽ ആക്കാനുള്ളൊരു താല്പര്യമുണ്ടോ? ചെറുതായിട്ട്. ഓക്കെ, എന്താണ് പേരൊക്കെ? ശ്രീരഞ്ജൻ. എങ്ങനെ നാടെവിടെയാണ്? നീലേശ്വരം, കാസർഗോഡ്. നിങ്ങളെല്ലാം കാസർഗോഡുകാരാണോ? ഓക്കെ. അപ്പം ഇന്ന് മത്സരമുണ്ട്. മത്സരം ഇന്നലെ കഴിഞ്ഞു. റിസൾട്ട് ഒക്കെ എങ്ങനെയായിരുന്നു? എ ഗ്രേഡ് ആണ്. അപ്പോൾ നിസ്സാരക്കാരെയല്ല, പുലിക്കുട്ടികൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നല്ലൊരു പഞ്ചവാദ്യം നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കലോത്സവ വേദികളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പുറത്ത് ഒരുപാട് കാഴ്ചകൾ ഉണ്ട്. ആ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ എ ഗ്രേഡ് കിട്ടിയ താരങ്ങൾ ഇവിടെ വന്ന് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നതെന്നാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ?